വേണ്ട, ആരും ഒന്നും പറയണ്ട. ശിവാനി വയലോരം വീട്ടിലേക്ക് തിരികെ വരുന്നതിനെ എതിർക്കുന്ന സുഭദ്രയെ കാവടി സമാധാനിപ്പിക്കുന്നു. ശിവയെക്കുറിച്ച് പിച്ചളയോട് അന്വേഷിക്കുന്ന ശിവാനി ജലജയുടെ ഉപദ്രവത്തിൽ നിന്നും മതികലയുടെ സംരക്ഷണത്തിന് മേരിയെ കൊണ്ടുവരുന്ന മഹാദേവൻ തമ്പി. വിനായകൻ തട്ടിക്കൊണ്ടുപോയ ശിവാനിയെ മോചിപ്പിക്കാൻ അയ്യപ്പൻ കുട്ടിയുടെ സഹായം തേടുന്ന മനസ്സിൽ തുടർന്ന് കാണുക. മണ്ഡലകാലമല്ലേ, രാവിലെ ഗണപതി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഇവർ പറഞ്ഞത് ഇവിടെ ഒരു വിനായകനുണ്ടെന്ന്. നീയാണല്ലേ വിനായകൻ? അതെ. നീ വിനായകനാണെങ്കിലേ ഞാൻ അയ്യപ്പന, സാക്ഷാൽ ശാസ്ത. ഇത് CI അയ്യപ്പൻകുട്ടി സാറ്. സാർ ഇത്രയും നാള് ഇവിടെ സ്ഥലത്തിലായിരുന്നു. അതുകൊണ്ടാ നിനക്ക് ഇവിടെ കിടന്ന് വിലസാനായത്. അതല്ലായിരുന്നെങ്കിൽ നിന്നെ പണ്ടേ കെട്ടുകെട്ടിച്ചേനെ. ഒരു പെണ്ണിനെ അന്യായമായിട്ട് പിടിച്ചു വെച്ചാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയോ നിനക്ക്? നീയായിട്ട് ശിവാനിയെ വിടുന്നോ അതോ? ശിവാനി വാ. നിന്റെ ഫുൾ ഹിസ്റ്ററി ഇവരെന്നോട് പറഞ്ഞു. ഈ നിമിഷം വേണമെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാം. ജാമ്യം പോലും കിട്ടാത്ത വകുപ്പിലകത്താക്കാം. സമ്മതമില്ലാതെ ഒരു പെണ്ണിന്റെ ദേഹത്തോട്ടാൽ ആജീവനാന്തകാലം അകത്തെടുക്കാം. തൊടണ്ട, ഒന്ന് നോക്കിയാലും മതി. അങ്ങനെ അനവധി നിയമങ്ങളും വകുപ്പുകളും ഉള്ളപ്പോഴാണ് നീ പോക്രിത്തനം കാണിച്ചത്. നേരെ വന്ന് നിന്നെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിട്ട് ഇവളെ കൊണ്ട് പോകാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല. പക്ഷെ മണ്ഡലകാലം അല്ലേ, ആരെ ഉപദ്രവിക്കാൻ പാടില്ല. പോരാത്തിന് ഇവരും പറഞ്ഞു അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? നിനക്കില്ലാത്ത ഒന്നുണ്ട് അവർക്ക്, നല്ലൊരു മനസ്സ്. ഒന്ന് വാ, ഫ്രീ ആയിട്ടൊരു അഡ്വൈസ്. ബലം പ്രയോഗിച്ച ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നതോ കീഴ്പ്പെടുത്തുന്നതോ കേമത്തോ അല്ല, ആണത്തോ അല്ല. ഏത് വിടനും അത് സാധിക്കും. പെണ്ണിന്റെ മനസ്സ് നേടുന്നിടത്താണ് ആണിന്റെ കഴിവ് കിടക്കുന്നത്. മനസ്സ് കിട്ടാതെ പെണ്ണിനെ നേടിയിട്ട് എന്താടാ കാര്യം? മതി, ഇനി നിന്റെ എല്ലാ കളികളും നീ ഇതോടെ നിർത്തിക്കണം. ഇനി പരിസരത്ത് കണ്ടുവരുന്നു, അതായത് കേരളത്തിന്റെ സമീപ പ്രദേശങ്ങളിലൊന്നും. നിന്റെ ഈ താടിയും ഭസ്മക്കുറിയും മുടിയൊക്കെ കാണുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാൻ കൊതിയാവും. രണ്ടെണ്ണം കൊടുക്കട്ടെ മനസ്സിലാ? വേണ്ട സാറേ, വിട്ടേക്ക്. വെറുതെ കൈമേനെ കിടത്തണ്ട, പാഴ് കേസാ. അടി കൊടുത്ത് ചുരുട്ടി കൂട്ടി മൂലക്കിടാനായിരുന്നെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. ഞാനത് പറഞ്ഞതാ മനസ്സിജമ്പായോട്. അതെ, അടിയുടെ മാർഗമൊക്കെ ഞങ്ങൾ പണ്ടേ തന്നെ വിട്ടതാ. അതിന് കാരണമായതും ഈ അയ്യപ്പൻകുട്ടി സാറാ. അതേ അയ്യപ്പൻകുട്ടി സാറിനെ കൊണ്ട് തന്നെ നിനക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടണമെന്നുണ്ടായിരുന്നു. അയ്യപ്പൻകുട്ടി സാർ അത് ഭംഗിയായി ചെയ്യും ചെയ്തു. ഇത് തന്നെ ധാരാളം സാറാ. കണ്ടോ, കണ്ടോടാ, കണ്ട് പഠിക്കേ. മനുഷ്യക്കോലത്ത് ജനിച്ചാൽ മാത്രം പോരാ, മനുഷ്യനാവണമെങ്കിലേ അതിന് ചില ഗുണങ്ങൾ വേണം. അപ്പൊ എങ്ങനെയാ? സ്ഥലം വിടുക. ഇനി ഈ ഏരിയയിലെങ്ങാനും നിന്നെ കണ്ട നീ പിന്നെ അകത്തല്ല, ദേ. അപ്പോ സ്വാമി ശരണം. അയ്യപ്പ, അയ്യപ്പൻകുട്ടിയോട് ക്ഷമിക്കണേ. ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ പോലീസുകാരനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വാ ശിവൻ. വിനായകന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു തിരിച്ചടി. സാറേ, ഒത്തിരി നന്ദിയുണ്ട് സാറേ. സാറ് വന്നില്ലായിരുന്നെങ്കിൽ കഥ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നടക്കുക. ഇനി അങ്ങോട്ട് ജീവിതം ജീവിച്ച് തന്നെ തീർക്കണമെന്നുണ്ട് സാറേ. അതുകൊണ്ടാ പൊല്ലാപ്പൊന്നും വേണ്ടാന്ന് വെച്ചത്. നല്ലത്. വിനായന്റെ ശല്യം ഇനിയും ഉണ്ടാവില്ല. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം. ശിവാനി
ശിവയെക്കുറിച്ച് കേട്ടതൊക്കെ ശരിയാണ്. കേട്ടതിലും അധികം പറയാനാവും എനിക്ക്. അതൊന്നും അനിയത്തി എന്നുള്ള നിലയ്ക്ക് ശിവാനിക്ക് കേൾക്കാൻ സുഖമുള്ളതായിരിക്കില്ല. ചിലതൊക്കെ അറുത്തു മുറിച്ച് മാറ്റേണ്ടി വരും ജീവിതത്തിൽ. അസുഖം ബാധിച്ച ഭാഗം ശരീരത്തിൽ നിന്ന് മുറിച്ചു കളയുന്നത് പോലെ. ശിവയുടെ കാര്യവും അങ്ങനെ കണ്ടാൽ മതി. ശിവ തിരിച്ചു വരാം, വരാതിരിക്കാം. അതിനെ അതിൻ്റെ പാട്ടിൽ വിട്ടേക്ക്. എന്നിട്ട് ഇവൻ്റെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കേ. അപ്പോൾ രണ്ടുപേർക്കും മുൻകൂറായിട്ട് എൻ്റെ വിവാഹാശംസകൾ. ഓക്കെ, ശരി മനസ്സിലായി. ശരി സാർ. വിനായകന്റെ ശല്യം അങ്ങനെ എന്നേക്കായിട്ട് ഒഴിഞ്ഞു. എന്നിട്ടും ശിവാനിയുടെ മുഖം തെളിഞ്ഞിട്ടില്ലല്ലോ. ഇനി എങ്ങോട്ട് പോകുന്ന ഓർത്ത് വേവലാതി കൊണ്ടായിരിക്കും അത്, അല്ല ശിവാനി? അങ്ങനെ ഒരു വേവലാതി എന്തിനാ? നേരെ വയലോരം വീട്ടിലേക്ക് പോവും. അത് സിജന, എനിക്കവിടെ സ്ഥാനമില്ല. ആര് പറഞ്ഞു ശിവാനിക്ക് അവിടെ സ്ഥാനമില്ലെന്ന്? അപ്പച്ചമ്മ പറഞ്ഞതൊക്കെ മറന്നേക്ക് ശിവാനി. ശിവാനിക്ക് അറിയോ, വയലോരം വീടിന്റെ പടി ചവിട്ടരുത് എന്ന് പറഞ്ഞ അപ്പച്ചമ്മ തന്നെയാ ശിവാനിയെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്. അതെ ശിവാനി, അപ്പച്ചമ്മയ്ക്ക് എല്ലാം ബോധ്യമായി. ശിവയുടെ പെങ്ങളാണെന്നുള്ളത് ശിവാനിക്കൊരു അയോഗ്യതയല്ലെന്ന് പറഞ്ഞു അപ്പച്ചമ്മ. ശിവാനിയും കൂട്ടിച്ചെല്ലുന്നത് നോക്കിയിരിക്കും അവിടെ എല്ലാരും. വാ ശിവാനി. എന്താ ഞങ്ങൾ പറഞ്ഞ വിശ്വാസം ആവണില്ലേ ശിവാനിക്ക്? കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ മറന്നേക്ക്. അവിടെ ചെല്ലുമ്പോ ശിവാനി അന്തം വിടും. എല്ലാരും സ്നേഹം കൊണ്ട് പൊതിയും ശിവാനിയെ. അതെ, കൂടുതലൊന്നും ചിന്തിക്കണ്ട. വന്നേ, വാ. മതിയെവിടെ ആന്റി? അകത്തുണ്ട്. ആ കരാട്ടക്കാരുടെ താരാട്ടുപാട്ട് കേട്ടാലല്ലേ അവൾക്ക് ഇപ്പൊ ഉറക്കം വരും. ആന്റിക്ക് അവരെ പേടിയുണ്ടോ? ആരെ? ആ കരാട്ടക്കാരി മേരിയെ. ഞാൻ എന്തിനാണ് അവളെ പേടിക്കുന്നത്? അടവുകൾ അറിയാമെങ്കിലേ അത് അവളുടെ കയ്യിൽ വെച്ചാ മതി. എന്നോട് കളിച്ചാലേ അവള് വിവരം അറിയും. എന്നാലും അങ്കിൾ അവരിവിടെ ഇറക്കിയത് ആന്റിക്ക് അത്ര നല്ലതിനല്ല. എനിക്കതറിയാം. അവള് വന്നു കയറിയ ആ നിമിഷം മുതൽ ഈ വീട്ടിലെ സ്വാതന്ത്ര്യം എനിക്ക് നഷ്ടപ്പെട്ടു. മതിക്കെന്നെ വേണ്ടാതായി. അതൊക്കെ സഹിക്കാം. തമ്പിയെ തകർക്കാനുള്ള നമ്മുടെ നീക്കങ്ങൾക്ക് അവളൊരു തടസ്സമാവുമെന്നാ ഇപ്പൊ എന്റെ പേടി. അവര് വീട്ടിനകത്ത് കിടന്നുള്ള അട്ടഹാസമല്ലേ കാണിക്കൂ. നമ്മുടെ ഗെയിം വീട്ടിന് പുറത്തല്ലേ ആന്റി? എടാ സഞ്ജു, തമ്പിയെ എത്രയും വേഗം തീർക്കണം. അതിന് വെച്ച് നീട്ടുന്നത് അപകടമാണ്. നീട്ടില്ല. അവസരം ഒന്ന് വന്നോട്ടെ ആന്റി. നമ്മുടെ കക്ഷി കരുതലോടെ തന്നെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലുള്ള പ്ലാനിംഗ് ഒന്നും വേണ്ട. ഞാനൊരു വഴി പറയാം. ഒരു കാർ ആക്സിഡന്റിൽ തമ്പി മരണപ്പെടുന്നു. എന്താ ആന്റി? ഇപ്പൊ സർവ്വ ഇടങ്ങളിലും CC ക്യാം വെച്ചിരിക്കുക. കഷ്ടകാലത്തിന് സംഭവം ഏതെങ്കിലും ക്യാമറയിൽ പതിഞ്ഞുപോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ആന്റി. എടാ, ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ ഒരു ക്യാമറയിലും പതിയില്ല. അടുത്ത ചാൻസ് ഒന്ന് ഒത്തു വരട്ടെ ആന്റി. അങ്കിളിനെ എങ്ങനെ തീർക്കണമെന്ന് നമ്മുടെ കൂട്ടാളി തീരുമാനിക്കും. തീരുമാനിച്ചാ പോരാ, സംഗതി നടക്കണം. നടക്കും ആന്റി. ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ അങ്കിളിനെ നമ്മൾ തീർക്കും. പിന്നെ ആന്റിയുടെ രാജയോഗല്ലേ? അല്ല, പിന്നെ എല്ലാം കൈക്കലായി കഴിയുമ്പോ ആന്റി കാല് മാറരുത്. നീ എന്താ എന്നെ അളക്കാണോ? അല്ല, കൂടെ കൂടെ അത് ഓർമ്മിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു മനസമാധാനം കിട്ടില്ല. അതാ ആന്റി, അങ്കിൾ ഇവിടെ കാലൊത്തുന്ന ആ നിമിഷം ആ വിവരം ആന്റി എന്നെ വിളിച്ചറിയിക്കണം. അത് ഞാൻ ചെയ്തിരിക്കും. എടാ സഞ്ജു, മാർഗം ഏതായാലും നമ്മൾ ലക്ഷ്യത്തിലെത്തിയേ പറ്റൂ. ഇനി ഇവിടെ കിടന്ന് അറിയിക്കാൻ എനിക്ക് വയ്യ. നീ സഞ്ജു അല്ലേ? അതെ, ഞാനാ സഞ്ജു. നിന്നോട് ഇവിടെ വരരുതെന്ന് തമ്പി സാർ പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, തമ്പി സാറിന്റെ ഭാര്യ ഇവിടെ ഇങ്ങനെ മരം പോലെ നിൽപ്പുണ്ട്. എനിക്കിവിടെ വരാൻ ആന്റിയുടെ അനുവാദം മതി.
ഒരു ഹോം നഴ്സായ നിനക്ക് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയേ പോയി മതിയുടെ കാര്യങ്ങൾ മാത്രം നോക്ക് കേട്ടാ. നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നോ അതോ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കണോ? ആന്റി കണ്ടോടാ ഇവളുടെ നെകളിപ്പ് കണ്ടോ? തമ്പിയുമായി കിടപ്പറ ബന്ധം ഉള്ളതുപോലെയാ ഇവളുടെ സംസാരം. ഇവനെ എന്റെ ചെക്കനാ. ഇവന്റെ മേൽ കൈവച്ച നീ വിവരം അറിയും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻറ്റി. ഇതെന്റെ ആന്റിയുടെ അങ്കിളിന്റെ വീടാ. ഇവിടെ വരാനും പോകാനുമുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നീ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നു കയറുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. നീ ഒറ്റ ഒരുത്തനാ ഇവരുടെ കാതിൽ വേദം ഓതി ഓരോ കുനിഷ്ടുകൾ ഉണ്ടാക്കുന്നത്. ഇനി ഇവിടെ കണ്ടുപോകരുത്. ഏതേ നിന്റെ ഭീഷണിയൊക്കെ വേറെ വല്ലയിടത്തും ചെലവാക്കിയാ മതി. ഇവിടെ അത് വേവൂല കേട്ടാ. ഇവിടെ ഞാൻ ഇനിയും വരും. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നോ? ഇനി ഇവിടെ വരുവാടാ നീ. അടുക്കടാ സഞ്ജു അവളെ. നിന്റെ ആന്റിയെ പറയുന്നേ. അടിച്ചവളുടെ കൈയും കാലും ഒടിക്കേ. ആന്റി നിന്നെ ഇന്ന് ഞാൻ എടി നിന്നെ വേണ്ട. എടി പോടിന്നൊക്കെയുള്ള വിളി വേണ്ടാന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. 10 പേരെ ഒറ്റയ്ക്ക് നേരിട്ടവളാ ഈ ബ്ലാക്ക് ബെൽറ്റ് മേരി. എനിക്ക് നേരെ കൈപൊക്കിയാൽ നിങ്ങൾക്കും ഇത് തന്നെയായിരിക്കും സ്ഥിതി. മഹാദേവൻ തമ്പി എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാ ഇവളെവിടെ കൊണ്ടുവന്ന് ഇറക്കിയതെന്ന് ഇപ്പൊ എനിക്ക് ബോധ്യായി. എല്ലാത്തിനും പലിശ ചേർത്ത് തരുന്നുണ്ട് ഞാൻ. മോനെ ബാല, സിജനും പിച്ചളയും പോയിട്ട് നേരം കുറെ ആയല്ലോ. എന്തെങ്കിലും അപകടം? ഒരപകടവും ഇല്ല അപ്പച്ചമ്മേ. അയ്യപ്പൻകുട്ടി സാറും പോയിട്ടുണ്ട് സഹായത്തിന്. സിജൻ വിളിച്ചിരുന്നു തന്നെ. അയ്യപ്പൻകുട്ടി സാർ വന്നോ? പരുത്തിക്കാവിൽ അമ്മേ കാത്തു. അപ്പച്ചമ്മേ, ഇതാ ഇപ്പൊ കുട്ടിമണിയെ നോക്കുന്ന കൃഷ്ണ ഡോക്ടർ. ലൈല ഡോക്ടർ നന്നായിട്ട് അറിയാം എനിക്ക്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ലൈല ഡോക്ടർ. ലൈല ഡോക്ടറെ പോലെ തന്നെ കാണാൻ എന്നെ. നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ് ഞാനുമെന്ന് കരുതിക്കോളൂ. അങ്ങനെ ആവുമ്പോ മോളേന്ന് വിളിക്കാമല്ലോ. ഈ ഡോക്ടർ സാറ് മാഡം എന്നൊക്കെ വിളിക്കുമ്പം എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നും. മോളെന്ന് വിളിക്കുമ്പോ ഒരു സുഖമാണ്. അമ്മ എന്നെ മോളേന്ന് തന്നെ വിളിച്ചോളൂ. മോക്കറിയാവോ, ഈ നിൽക്കുന്ന സീതയും ഡോക്ടറാവാൻ പഠിച്ചതാ. ആഹാ, എന്നിട്ട് ഇതുവരെ എന്നോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ. അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അതെന്തു പറ്റി? അത് പിന്നെ അപ്പോഴത്തെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ വെച്ച്. നമ്മൾ എന്തൊക്കെ ആകണമെന്ന് ആഗ്രഹിച്ചാലും ദൈവനിശ്ചയം പോലെ വരും. കുട്ടിമണിയെ കാണാൻ ആരെയും അകത്തേക്ക് വിടില്ലെന്നറിയാം എനിക്ക്. എന്നാലും എന്നെ അമ്മയെന്ന് വിളിച്ച സ്ഥിതിക്ക് എന്നെ മാത്രമൊന്ന്. ട്രീറ്റ്മെന്റ് തീരുന്നത് വരെ കുട്ടിമണിയെ കാണാനൊക്കില്ല. ഞാനിത്തിരി കർക്കശമായി പറയുമ്പോ അമ്മയ്ക്ക് മുഷ്ടില് തോന്നിയേക്കാം. അമ്മ, കുട്ടിമണിയുടെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ ഒന്ന് കാണുന്നതിനേക്കാളും നല്ലത് നല്ല രീതിയിൽ കുട്ടിമണിയെ തിരികെ കിട്ടുന്നതല്ലേ? അതെ, അത് മതി. കുട്ടിമണിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സയിൽ നേരിയ പിഴവുണ്ടായി പോയാൽ അത് കുട്ടിമണിയുടെ ജീവനെ തന്നെ ബാധിക്കും. അതുണ്ടാവരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം. അതുകൊണ്ടാ അമ്മേ. നിങ്ങൾ സംസാരിക്കും. ഡോക്ടർ പറഞ്ഞതാ അപ്പച്ചമ്മേ ശരി. വാക്ക് പറഞ്ഞതുപോലെ ഒരു പോറൽ പോലും ഏൽക്കാതെ ശിവാനിയെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അപ്പച്ചമ്മേ, മോളെ മോളെ എന്ത് അവിവേകമാണ് മോള് കാണിച്ചത്. ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങി പോയില്ലേ? ഇനി കണ്ണിന് നേരെ കാണരുതെന്ന് അപ്പച്ചിയമ്മ പറഞ്ഞപ്പോ പിന്നെ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. അപ്പോഴത്തെ മനസ്സിലെ വേവലാതിക്ക് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയെന്ന് വെച്ച് മോൾ ഇവരെ ആരെയും ഓർക്കാതെ പോയല്ലോ. ഓർക്കാതിരുന്നതല്ല, എന്റെ ശിവാണ് നിങ്ങളോടൊക്കെ കാണിച്ച ക്രൂരതകളെ കുറിച്ച് അറിഞ്ഞപ്പോ
പിന്നെ അവിടെ നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് മനസ്സിലായി. നിങ്ങളുടെ ആരുടെയും ഭാഗത്ത് ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. തലതെറിച്ച മക്കളുടെ അമ്മയും അച്ഛനുമായി തീരാൻ വിധിക്കപ്പെട്ട എത്രയോ പേരുണ്ട് ഇവിടെ. അതിന് അവരുടെ തെറ്റായി കാണാൻ പറ്റില്ലല്ലോ. അതുപോലെ ശിവാനിയുടെ കാര്യവും കാണുന്നുള്ളൂ. ഞാൻ പറഞ്ഞതൊക്കെ മറന്നേക്ക്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ബോധ്യമായാലോ? ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം വേണ്ട. അതെ, ഒരാപത്തും ഉണ്ടാക്കാതെ മോളെ തിരികെ കിട്ടിയല്ലോ. അതിന് ദൈവത്തോട് നന്ദി പറയണം. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. പിച്ചളെ, ശിവാനിയും കുട്ടിച്ചില്ല. ഞാനിവിടെ നിന്നോളാം, ഇവരൊക്കെ കൂടി പോയിക്കോട്ടെ. പിച്ചള ഇങ്ങോട്ട് വന്നതും ശിവാനിക്ക് പുറകെ പോയതും തന്നെ അധികമാ. റെസ്റ്റ് വേണ്ടതല്ലേ? ചെല്ല്. വാസിദേ, സിജ, ഞാനിവരെ വീട്ടിലാക്കിയിട്ട് വരാം. കടയിൽ ഒന്ന് കയറണം. ശരി, വരട്ടെ. വാ, പോകാം. ചെല്ലു പിച്ചളെ. ഇവിടെ വന്ന് നിൽക്കുകയാണോ? എന്തു പറ്റി? ഇവിടത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സാകെ മരവിച്ചതുപോലെ പെട്ടെന്ന് അച്യുതം വിളിക്കുന്നത് പോലെ തോന്നി. അതാണ് ഇങ്ങോട്ട് വന്നത്. സുഭദ്രേ, അല്ല, പേടിക്കണ്ട. കിണറ്റിലേക്ക് വിളിച്ചതൊന്നുമല്ല, സമാധാനിപ്പിക്കാനാവും. ഇന്ന് മുഴുവൻ ഞാൻ നമ്മളെ കുറിച്ചാ ചിന്തിച്ചത്. നമ്മളും ഇവിടെ നടന്ന കാര്യങ്ങളും. ഒരു സമയം കഴിഞ്ഞാ പിന്നെ കണ്ണീര് തോർന്ന സമയമുണ്ടോ ഇവിടെ? എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ? ശിവാനി വന്നതിന്റെ ആണോ? ആ, അത് ഒരു കാരണം തന്നെയാണ്. എന്തൊരു പൊരുത്തക്കേടാണെന്ന് നോക്കിയേ. ജീവിതത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിപ്പിച്ചവന്റെ പെങ്ങളെ മോളെപ്പോലെ കരുതി സ്നേഹിക്കുക, വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക. അതൊരു തെറ്റല്ല സുഭദ്രേ. എല്ലാം മനസ്സിലാക്കി നീ തന്നെയല്ലേ ശിവാനിയെ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയത്? അതെ, എന്നാലും ഇപ്പൊ എനിക്കെന്തോ. അങ്ങനെ ഒരു മനക്കുത്തലിന്റെ ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ പൊറുക്കാനും സഹിക്കാനും കഴിയുന്നത് അമ്മമാർക്കല്ലേ? തെറ്റ് ചെയ്തവരോട് പോലും ക്ഷമിക്കുമ്പോൾ അവരുടെ സ്ഥാനം ഉയരുകയാ ചെയ്യുന്നത്. ശിവാനിയുടെ കാര്യത്തിൽ ആർക്കും ഒരു തെറ്റും പറയാനാവില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പത്രവാർത്ത വായിച്ചു. സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു പെൺകുട്ടിയെ ഒരു കശ്മലൻ അതിക്രൂരമായി ദ്രോഹിച്ചു കൊന്നു. അതിദാരുണമായിരുന്നു ആ കുട്ടിയുടെ അന്ത്യം. അത് ചെയ്ത ആള് ജയിലിലുമായി. മരിച്ചുപോയ കുട്ടിയുടെ അമ്മ ചെയ്തത് എന്താണെന്നറിയാമോ? ജയിലിൽ ചെന്ന് അയാളെ കണ്ടു. ശപിക്കാനോ ദ്രോഹിക്കാനോ ആയിരുന്നില്ല, അയാളോട് പുറത്തിരിക്കുന്നു എന്ന് പറയാൻ. ആ അമ്മയുടെ വാക്ക് കേട്ട് അയാൾ അന്തം വിട്ടു. താൻ കൊല ചെയ്ത പെൺകുട്ടിയുടെ അമ്മ വന്ന് പുറത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ ശിലാഹൃദയം നുറുങ്ങി. അവിടെ മുതൽ അയാൾ മാനസാന്തരപ്പെടാൻ തുടങ്ങി. കറപുരണ്ട തന്റെ പൂർവ്വകാലം അയാൾ മറന്നു. ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ അയാൾ ആ അമ്മയുടെ വിലാസം തേടിപ്പിടിച്ച് ചെന്ന് കാൽക്കൽ വീണ് കരഞ്ഞു. ആ കണ്ണീരിൽ സർവവും അലിഞ്ഞില്ലാതായി. അയാളിപ്പോ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ആളായി മാറി. ഒരമ്മയുടെ മഹത്വമാണത്. ഒക്കെ ശരിയാണ്, ഭൂമിയോളം സഹിക്കണമെന്നൊക്കെ പറയാം. പക്ഷേ അമ്മമാരുടെ തീ ആരും കാണുന്നില്ലെന്ന് മാത്രം. ഇപ്പൊ പറഞ്ഞ അമ്മയോളം വരില്ലെങ്കിലും അത്രയൊക്കെ സഹിച്ചവരല്ലേ നമ്മളും. കിണറ്റിലേക്ക് അച്യുതം പോയി, പിന്നെ ശാരദയും. അതോടെ ഈ വീടിന്റെ മേൽക്കൂര വീണതുപോലെയായി. എന്നിട്ടും പിടിച്ചു നിന്നു. എല്ലാം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി. ആ കുട്ടികളാണിപ്പോ. അവർക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ സുഭദ്രേ? പിന്നെന്തിനാ? ഒന്നുമില്ലെന്ന് സമാധാനിക്കുമ്പോഴും ഉള്ളിൽ ആദ്യം ഒഴിയുന്നില്ല. നമ്മുടെ കുട്ടിമണിക്ക് എന്തോ ആപത്ത് വരാൻ പോണത് പോലൊരു തോന്നല്. ഓ സുഭദ്രേ, കുട്ടിമണിക്ക് എന്ത് ആപത്ത് സംഭവിക്കാനാ? എന്തോ ആപത്ത് വരും പോലെ എന്നെ അച്യുതൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ ഉണ്ടായ തോന്നലാണ്.
കുഞ്ഞുമണിക്കും അസുഖത്തിന്റെ സൂചന പറഞ്ഞു ഡോക്ടർ. എല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോ അന്നു മുതൽ ഇന്ന് വരെ ദുരിതങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ടവന്റെ അനിയത്തിയെ നോക്കേണ്ടിയും വന്നു. എന്തൊരു ദുർവിധിയാണെന്ന് നോക്കിയേ. സാരല്ലേ സുഭദ്രേ, നല്ലതായാലും മോശമായാലും ദൈവം തരുന്നത് രണ്ട് കൈ നീട്ടി വാങ്ങുക. അങ്ങനെ വാങ്ങിച്ചല്ലേ ഇതുവരെ ശീലമുള്ളൂ. അതെ, ഒന്നും തട്ടിക്കളഞ്ഞിട്ടില്ല ഇന്നേ വരെ. അതുകൊണ്ടാണല്ലോ ഒഴിവാക്കി വിടേണ്ട ശിവാനിയെ വീണ്ടും വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. അതിൽ നന്മയുടെ ഒരു വശമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ സുഭദ്രേ. പിന്നെ എന്തിനാ ഇങ്ങനെ? ഇല്ല, ഞാൻ നിർത്തി. ഉള്ളിലെ ദണ്ണം പറഞ്ഞു തീർത്തന്നേ ഉള്ളൂ. എല്ലാവരുടെയും സങ്കടങ്ങൾ ഏറ്റുവാങ്ങി കണ്ണീരൊപ്പുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മുടെ കണ്ണീരൊപ്പാൻ മാത്രം ആരും ഇല്ല. മതി സുഭദ്രേ, സ്വയം പഴിച്ചതും സങ്കടപ്പെട്ടതുമൊക്കെ. നല്ല മഞ്ഞുണ്ട്, വാ. മേഡം എവിടെ പോയി? ആ വേണ്ട, സമയമാകുമ്പോ ഞാൻ വിളിക്കാം. അതെ, വേണ്ടാന്ന്. അപ്പോ വന്നാ മതി. അതുവരെ കാത്തിരിക്കണം. ഞാൻ വിളിക്കാം. ശരി, എല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്റെ വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പറ്റും. മേഡം മേഡം എന്തിനാ നേരത്തെ പുറത്തിറങ്ങിയേ? മേഡം ഒന്ന് നിന്നേ. മേഡം ഇപ്പൊ ആരോടാ സംസാരിച്ചത്? വിടങ്ങോട്ട്. ദേ, നീ നിന്റെ കാര്യം നോക്കിയാ മതി. മതികലയുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഇടപെടാൻ വന്നാലുണ്ടല്ലോ നീ വിവരം അറിയും. ഇപ്പൊ മേഡം ബോധത്തോടെയല്ലേ സംസാരിച്ചത്? അതെ, ഇതും വട്ടിന്റെ പാവം തന്നെയാണോ? മേഡം, ഇവിടെയൊന്നും അത് കാണുന്നില്ല. ഇല്ല മേഡം, ഒരിടത്തും ഇല്ല. ഇല്ല, ആരും അറിഞ്ഞിട്ടില്ല. നല്ല ഉറക്കത്തില്ല. ശരി മേഡം. ബാലേട്ടാ, ഒന്ന് വന്നേ. എന്താ ചെയ്തേ? ശിവാനിയുടെ മുറിന്ന് ആരോ ഒരാൾ ഇറങ്ങിപ്പോയി ബാലേട്ടാ. വാ, ഒന്ന് എഴുന്നേറ്റ് വന്നേ ബാലേട്ടാ. ശിവാനിയുടെ മുറിയിൽ ആരോ ഉണ്ടായിരുന്നു. അയാൾ ഇറങ്ങിപ്പോന്നത് ഞാൻ കണ്ടതാ. സീതേ, നീ എന്തൊക്കെയാ പറയുന്നേ? ശിവാനിയുടെ മുറിന്ന് ആരിറങ്ങി പോവാനാ? എന്റെ ബാലേട്ടാ, ഞാൻ ശരിക്കും കണ്ടതാ. ഒന്ന് വേഗം വാ, അയാൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവും. വാ. എവിടെ സീതേ?
കണ്ടതാ ബാലേട്ടാ. എന്താ സീത? എവിടെ? ഇവിടെ എങ്ങും ഒരാളെയും കാണുന്നില്ലല്ലോ. അപ്പൊ തന്നെ വന്നിരുന്നെങ്കിൽ കൈയോടെ പിടിക്കായിരുന്നില്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? നിനക്ക് തോന്നിയതാ സീത? ഓ ബാലേട്ടാ, അല്ല, നമ്മുടെ കുട്ടാപ്പുവാണ് സത്യം. ശിവാനിയുടെ മുറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടതാ. പിന്നെ ഇറങ്ങി പോകുന്നു. ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇതിപ്പോ ശിവാനി ശിവയുടെ പെങ്ങളാണെന്ന് അറിഞ്ഞതുകൊണ്ട് തോന്നിയതാ നിനക്ക്? അല്ല ബാലേട്ടാ, ഞാൻ ശരിക്കും കണ്ടതാ. ഇവിടെ ഒരാളും വന്നിട്ടുമില്ല, ഇനി വരികയില്ല. നീ വന്ന് കിടക്കാൻ നോക്ക്. വാ. സീത, നീ വരുന്നില്ലേ? ഏയ്, എന്തായി കാണിക്കുന്നത്? അത് ഞാൻ കുട്ടുനെ കാണാനുള്ള കൊതിയുണ്ട് എന്ന് വെച്ചിങ്ങനെ അബദ്ധം കാണിക്കാമോ? വാതിൽ തുറന്നിരുന്നെങ്കിൽ എന്താ സംഭവിക്കാന്ന് വല്ല നിശ്ചയമുണ്ടോ? ചികിത്സാ രീതികളെ കുറിച്ച് വന്ന അന്നു മുതൽ പറയുന്നതല്ലേ? അതറിയാം ഡോക്ടർ. എന്നിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? കുട്ടിമണിയെ കാണിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നിങ്ങളെ തീർച്ചയായും കാണിച്ചിരിക്കും. കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ പ്രധാനം കുട്ടിമണിയുടെ ചികിത്സയാണ്. അത് അതിന്റെ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ സഹകരണം കൂടി വേണം. ചികിത്സാ സമയത്ത് നേരിയൊരു അശ്രദ്ധ വന്നാൽ അത് കുട്ടിമണിയുടെ ജീവനെ തന്നെ ബാധിക്കും. ഞങ്ങളൊരു വാക്ക് തന്നിട്ടുണ്ട്. 21 ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായ പുതിയൊരു കുട്ടിമണിയെ ഈ കൈകളിൽ ഏൽപ്പിക്കുമെന്ന്. അതൊരു യജ്ഞം പോലെ ഏറ്റെടുത്തിരിക്കുകയാണ് ഞങ്ങൾ. ലെസ്ലി ഡോക്ടർ കുട്ടിമണിയുടെ അടുത്ത് തന്നെയുണ്ട്. ഡോക്ടറെ ക്ഷമിക്കണം. ഓരോരോ ചിന്തകള് മനസ്സിലുരുണ്ടുകൂടി ആകെ വല്ലാതായപ്പോൾ ഞാൻ... എനിക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിലാണ് മനോബലത്തോടു കൂടി നിൽക്കാൻ ശ്രമിക്കേണ്ടത്. ഇപ്പോ കുട്ടിമണി നല്ല ഇംപ്രൂവ്മെന്റ് ആയി. കൃഷ്ണ സിച്ചിനോട് പറഞ്ഞോ? അക്കാര്യത്തിലേക്ക് വരുമായിരുന്നു ഞാൻ. വേറൊന്നുമല്ല, കുഞ്ഞുമണിയെ ഒന്ന് ഇവിടേക്ക് കൊണ്ടുവരണം. രാവിലെ കുട്ടിമണിയെ വിശദമായിട്ടൊന്ന് നോക്കി ലെസ്ലി ഡോക്ടർ. അപ്പോ ഡോക്ടർക്കൊരാശങ്ക, കുട്ടിമണിയെ പോലെ കുഞ്ഞുമണിക്കും എന്തെങ്കിലും. ഇതൊരാശങ്ക മാത്രമാണ് കേട്ടോ. അങ്ങനെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. എന്തായാലും കുഞ്ഞുമണി ഒന്ന് കൊണ്ടുവാ, ഡോക്ടർ ഒന്ന് നോക്കട്ടെ. ഡോക്ടർ, Don't worry. Elan, positive eye. Shiniku. Krishna va. എന്താ മേരി? സാറേ, അവനിവിടെ വന്നിരുന്നു. ആര്? സാർ പറഞ്ഞിരുന്ന ആ സഞ്ജു. ഓഹോ, അവനെ ഞാൻ വിലക്കിയതായിരുന്നല്ലോ. ഞാൻ അവിടെ ഇല്ലാത്ത നേരെ നോക്കി അവൾ അവനെ വിളിച്ചു വരുത്തിയതായിരിക്കും. അതെ സാറേ, അവരെന്തൊക്കെയോ പ്ലാനിങ് നടത്തിയിട്ടുണ്ട്. എന്ത് പ്ലാനിങ്? അതൊന്നും ഞാൻ കേട്ടില്ല സാറേ. രണ്ടുപേരും വളരെ രഹസ്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൻ വന്നു കയറുമ്പോഴൊക്കെ അവരുടെ പരിപാടിയത്. അവനാ അവളെ വഴുതിട്ടിരിക്കുന്നത്. സാറ് പേടിക്കണ്ട, ഇനി അവൻ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തില്ല. ഞാൻ അവനെ ശരിക്കും പെരുമാറിയിട്ടാ വിട്ടത്. ആഹാ, നന്നായി. സ്ത്രീകളുടെ കൈ നടി കിട്ടിയാലെങ്കിലും അവനെ നന്നാവും നോക്കാലോ. ആ മേരി അവനെ തല്ലുന്നത് ജലജ കണ്ടോ? പിന്നെ അവരുടെ മുമ്പിൽ വെച്ചാ ഞാൻ അവനെ ശരിയാക്കിയത്. അത് വളരെ നന്നായി.
ഈ അടി ഒരർത്ഥത്തിൽ അവക്ക് കിട്ടിയതിന് സമമല്ലേ? അതെ സാറേ. ആ പിന്നെ നേരിന്നറിയില്ലാത്ത ചെറുക്കനായതുകൊണ്ട് അവൻ വീണ്ടും വന്നേക്കാം. മൊത്തത്തിലൊരു ശ്രദ്ധ വേണം കേട്ടോ. ശരി സാർ. എന്ത് വിവരം ഉണ്ടെങ്കിലും അതപ്പം എന്നെ അറിയിക്കണം. അറിയിക്കാം സാർ. ശരി. ആ ഹലോ. ആ അതെ ഞാനാണ്. ഞാനാണെന്ന് പറഞ്ഞ ഞാൻ തന്നെ. അതെ ഞാൻ എപ്പോഴാ അങ്ങോട്ട് വരേണ്ടത്? ആ കപ്പലിൽ വന്നോളാം ഞാൻ. കപ്പല് കടലിലൂടെയാണോ പോന്നേ? എന്റെ കപ്പല് റോഡിൽ കൂടെയാ പോന്നേ. അതേന്ന് ഇങ്ങനെ മണ്ടത്തിന് പറയല്ലേ കേട്ടോ. എനിക്ക് എല്ലാത്തിനും ലൈസൻസ് ഉണ്ട്. പിന്നല്ലാതെ ഞാൻ ആരാന്നാ നിങ്ങളുടെ വിചാരം? ശരി ശരി. ദേ അധികം കളിച്ചാലുണ്ടല്ലോ നിന്നെ വരെ ഞാൻ കൊല്ലും. ഇങ്ങനെ കൊല്ലുന്ന കാര്യങ്ങളൊന്നും പറയരുത്, വെറുതെ ആണെങ്കിൽ പോലും. അതെന്താ? എന്താ പറഞ്ഞ? അടിക്കുക, കൊല്ലുക, തെറി പറയുക എന്നൊക്കെ പറഞ്ഞ മോശം കാര്യങ്ങളല്ലേ? അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും പാടില്ല. അങ്ങനെയായ മേഡത്തിന്റെ അമ്മയ്ക്ക് സമ്മായി പോകൂലേ? ഓ അങ്ങനെ. പിന്നെ മേഡത്തിന്റെ സകല കാര്യങ്ങളും നോക്കാനാ സാർ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെയാവുമ്പോ മേഡത്തിന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് എന്നോട് പറഞ്ഞ അതെങ്ങനെ ശരിയാവാനാ? എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറഞ്ഞോ? ആരാ അങ്ങനെ പറഞ്ഞേ? ആരായാലും എന്നെ മുന്നിൽ കൊണ്ടുവാ, നല്ല ശിക്ഷ കൊടുക്കുന്നുണ്ട് ഞാൻ. അത് മേഡം തന്നെയല്ലേ അങ്ങനെ പറഞ്ഞേ? ഞാനോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഞാനെന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറയുന്നേ? ദേ വട്ടു പറയുവാണോ? ചേടാ ഇവിടെ എനിക്കൊഴികെ സകലർക്കും വട്ടാണെന്നാ തോന്നുന്നേ. അത് മേഡം രാത്രി എഴുന്നേറ്റ് പുറത്തു പോയില്ലേ? പുറത്തുനിന്ന് കയറി വന്നപ്പോൾ ഞാൻ മേഡത്തോട് ചോദിച്ചില്ലേ എവിടെ പോയതാന്ന്? അപ്പം മേഡം പറഞ്ഞു ഓർമ്മയില്ലേ, സ്വന്തം കാര്യം നോക്കിയാൽ മതി, മതികലയുടെ കാര്യത്തിൽ ഇടപെടണ്ടാന്ന് അങ്ങനെ പറഞ്ഞില്ലേ? ആരാ ഈ മതികല? രാത്രി പുറത്തേക്കൊന്നും പോയിട്ടില്ല ഞാൻ. മേരി സ്വപ്നം കണ്ടതായിരിക്കും. അതെ അതെ. അല്ല മാഡം, മാഡം എഴുന്നേറ്റ് പോയി. പുറത്ത് സംസാരവും കേട്ടതാ. ഞാൻ കയറി വന്നപ്പോഴാണ് ഞാൻ മേഡത്തോട് ചോദിച്ചത്. അല്ല ഞാനാണ് പുറത്തു പോയതെങ്കിൽ ഞാൻ അറിയാതിരിക്കോ? ചിലപ്പോ ഞാൻ സ്വപ്നം കണ്ടതായിരിക്കും. മേഡം എന്താണ് ഈ പറയുന്നത്? മേഡം സ്വപ്നം കണ്ടതാണ് ഞാൻ എങ്ങനെ ഇതൊക്കെ ചോദിക്കുന്നത്? മേഡം കണ്ട സ്വപ്നം മേഡത്തിന്റെ മനസ്സിൽ തന്നെയല്ലേ ഉണ്ടാവുക? അതൊക്കെ പോട്ടെ, മേഡത്തിന്റെ ഏത് കാര്യത്തിലും ഞാൻ ഇടപെടും. അങ്ങനെയാ സാറിന്റെ നിർദ്ദേശം. ഇടപെട്ടില്ലെങ്കിൽ സാറിന്റെ ചോദ്യത്തിനെല്ലാം ഉത്തരം പറയേണ്ടത് ഞാനാ. എന്നെ കുഴപ്പിക്കരുത്. ഈ പറച്ചിലല്ലേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ലല്ലോ. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് നടക്കണം. അതാണ് എന്റെ രീതി. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോ മേരിയുടെ ഭരണമല്ലേ. അവര് രണ്ടാളും പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവന്ന് കഴിച്ച് സുഖിക്കുക. ഞാനിവിടെ നരകിക്കുക. ശരി, ഒന്ന് വേഗം ആവട്ടെ. മേരി, എന്താ മേരി ഒരു വിഷമം പോലെ? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ധൈര്യമായിട്ട് പറയാം. മേരിയുടെ മനസ്സിൽ ഒരു ശത്രുവിന്റെ സ്ഥാനമാണ് എനിക്കുള്ളതെന്നറിയാം. ആ തമ്പി എന്നെക്കുറിച്ച് വേണ്ടാത്തതൊക്കെ പറഞ്ഞു പിടിപ്പിച്ചതാണ് അതിന് കാരണം. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. ഒരാളെക്കുറിച്ച് ആദ്യം തന്നെ മോശം ചിത്രം മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ്. അതുകൊണ്ടാ എന്നെ തിരുത്തി കാണിക്കാനായി ഞാൻ മേരിയുടെ അടുത്ത് വരാതിരുന്നത്. മേരിക്ക് ഇവിടെ ഉള്ളത് ഒരു ജോലിയാ. എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ.
ഭാര്യ, അമ്മ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എനിക്ക്. പക്ഷേ സാഡിസ്റ്റായ ആ തമ്പി എന്നെ ഒന്നിനും സമ്മതിക്കുന്നില്ല. മേരി അറിയാത്ത ഒരു രഹസ്യം കൂടി ഞാൻ പറയാം. മതികളെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചത് മറ്റാരുമല്ല, അയാൾ തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ, നമ്പർ 1 സാഡിസ്റ്റാണ് അയാൾ. അയാളുടെ മനോനില തെറ്റിയ കളികൾ കാരണമാണ് എന്റെ മോൾക്ക് ഈ ഗതി വന്നത്. സന്തോഷം നിറഞ്ഞൊരു ജീവിതം കയ്യിലുണ്ടായിരുന്നിട്ടും അതിട്ടെറിഞ്ഞ് അയാൾക്കൊപ്പം വന്നവളാണ് ഞാൻ. ഒരുതരം അക്കരെ പച്ചയോടുള്ള ഭ്രമം. മേരി ഒരു പെണ്ണാണ്, അതുകൊണ്ട് എന്നെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അതെ, മനസ്സിലാക്കാൻ പറ്റും. ഒരു പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണല്ലോ വാസ്തവമാണത്. പെണ്ണിന്റെ ഉള്ളിലെ കുശുമ്പും കുന്നായ്മയും അസൂയയും സ്വാർത്ഥതയൊക്കെ വേഗം മനസ്സിലാക്കാനാവും. നിങ്ങളെ ഞാൻ വന്ന് കയറിയപ്പോ തന്നെ മനസ്സിലാക്കിയതാ. ഉള്ളിലെ ദുഷ്ടത്തരങ്ങളും അഹങ്കാരവും കൊണ്ടാ നിങ്ങളിങ്ങനെ ചീർത്ത് വീർത്തിരിക്കുന്നത്. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഭാര്യയുടെ അമ്മയുടെ കടമകൾ നിർവഹിക്കാനുണ്ടെന്നോ? എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ ഈ പറഞ്ഞതൊക്കെ അപ്പടി അങ്ങ് വിശ്വസിച്ചേനെ. നിങ്ങളെ കംപ്ലീറ്റ് അരച്ചു കലക്കി കുടിച്ചിട്ടാ ഞാനിവിടെ നിൽക്കുന്നത്. ദുഷ്ടന്മാരെ പന പോലെ വളർത്തൂന്നാ ഞങ്ങളുടെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നേ. ദാ നിൽക്കുന്നു പന പോലെ എന്റെ മുമ്പില്. വേണ്ട, നിങ്ങളുടെ ചെലവിലൊന്നുമല്ല ഞാനിവിടെ കഴിയുന്നത്. എടി പോടിന്നൊക്കെ വിളിക്കാൻ. ചെല്ലും ചെലവും തന്ന് നിർത്തിയാൽ പോലും അങ്ങനെയൊന്നും വിളിക്കാൻ പറ്റില്ല. കൊച്ചമ്മ ഭരണത്തിന്റെ കാലമൊക്കെ പോയി. ഒന്നങ്ങോട്ട് തന്നാ പോലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിനുള്ള ലൈസൻസ് സാർ തന്നിട്ടുണ്ട്. സാറ്? ഈ സാറിനെ നീ കാണുന്നത് ഇപ്പോഴല്ലേ? ഞാനേ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വർഷങ്ങളായിട്ട് കാണുന്നുണ്ടെന്നല്ലാതെ സാറിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നുമില്ലല്ലോ. ഒരാളെ അറിയാനും മനസ്സിലാക്കാനും വർഷങ്ങളൊന്നും വേണ്ട, ഒരു ദിവസം മതി. ഒരു ദിവസവും വേണ്ട, 1 മണിക്കൂർ മതിയാവും. എന്നിട്ടും വർഷങ്ങളായി കാണുന്നുണ്ടെന്ന് പറയുന്ന നിങ്ങൾക്ക് സാറിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏത് ഗണത്തിലാണ് നിങ്ങൾ ഞാൻ പെടുത്തേണ്ടത്? നീ എന്നെ ഒരു ഗണത്തിലും പെടുത്തണ്ട, ഞാൻ നിന്നെ പെടുത്തിക്കോളാം. പ്രത്യേക ഗണത്തില്. ഈ നെകളിപ്പൊന്നും അധികകാലം ഉണ്ടാവില്ല കേട്ടോ. ഓരോരുത്തർക്കായി ഞാൻ ചുവന്ന മാർക്കിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ അതിൽ നീയും പെടും. കുറച്ചു മുമ്പ് നീ പറഞ്ഞില്ലേ എന്നെ കംപ്ലീറ്റ് അരച്ചു കലക്കി കുടിച്ചിട്ടാ നിൽക്കുന്നതെന്ന്? ശുദ്ധ മണ്ടത്തരം അത്. ജലജകുമാരി എന്ന എന്നെ ഒരാൾക്കും പിടികിട്ടിയിട്ടില്ല. പിന്നെയല്ലേ നീ. സുഭദ്രേ, കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരി കാണുമ്പോൾ വിഷമങ്ങളൊക്കെ മറന്നു പോവുക. എനിക്ക് നേരെ തിരിച്ചാണ്. കുഞ്ഞുമണിയെ കാണുമ്പോ കുട്ടിമണിയുടെ ഓർമ്മകൾ ഇങ്ങനെ ഇരച്ചു കയറി വരികയാണ്. ആ വിഷമം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊന്നും കുഞ്ഞിന്റെ അടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. അതും ശരിയാ. കുഞ്ഞെന്ത് പിഴച്ചു? വാ, ദാ നോക്കിയേ, കുട്ടിമണി തന്നെ. കുട്ടിമണി പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു. അതേ ചിരി, അതേ കുസൃതികള്. കുട്ടിമണിക്കും ചെറുപ്പത്തിൽ പല്ല് മുളച്ചു വന്നത് മെല്ലെ ആയിരുന്നു. കണ്ടോ, കുഞ്ഞുമണിക്കും അതുപോലെ തന്നെ. കുഞ്ഞുമണി വളർന്നു വരുമ്പോ കുട്ടിമണിയെ പോലെ തന്നെ ആയിരിക്കും. കുട്ടിമണിയെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ അത് ഞാൻ ഉദ്ദേശിച്ചത് കുട്ടിമണിയുടെ കളിയും ചിരിയും കുറുമ്പും കുസൃതിയും ഒക്കെയാണ്. അല്ലാതെ കുട്ടിമണിയുടെ അസുഖം കുഞ്ഞുമണിക്ക് തന്ന് ദൈവം നമ്മളെ പരീക്ഷിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പച്ചമ്മേ, അപ്പച്ചപ്പാ, സിജൻ വിളിച്ചിരുന്നോ? എന്താ മോളി വിശേഷിച്ച്? കുട്ടിമണി വരാറായോ? അതെങ്ങനെ കുട്ടിമണി വരും അപ്പച്ചപ്പാ? 21 ദിവസത്തെ പ്രത്യേക ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അവിടെ. പിന്നെ സിജൻ വിളിച്ചത്? അത് കുഞ്ഞുമണി ഒന്ന് അങ്ങോട്ട് കൊണ്ടു ചെല്ലണമെന്ന്. അതെന്തിനാ മോളെ? മനസ്സിന് ഇങ്ങോട്ട് വന്നാ പോരെ കുഞ്ഞുമണിയെ കാണാൻ? കുഞ്ഞിനെയും കൊണ്ട് അതുവരെ പോവാന്ന് പറഞ്ഞ? ഇത്
ഇത് സായിപ്പ് ഡോക്ടർക്ക് കാണാൻ വേണ്ടിയാ. സായിപ്പ് ഡോക്ടർ എന്തിനാണ് കുഞ്ഞുമണിയെ കാണുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? പ്രശ്നം ഉണ്ടായിട്ടൊന്നുമല്ല. സായിപ്പ് ഡോക്ടർക്ക് കുഞ്ഞുമണി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതാ. കുട്ടിമണിക്കുള്ള ചികിത്സ നടക്കല്ലേ, അതിനിടയ്ക്ക് സായിപ്പ് ഡോക്ടർക്ക് ഒരു സംശയം പോലെ. എന്ത് സംശയം? അത് കുഞ്ഞുമണിക്കും കുട്ടിമണിയെ പോലെ. നീ ഒന്ന് അടങ്ങ് സുഭദ്രേ. കുഞ്ഞിനെ ഒന്ന് കാണണമെന്നല്ലേ ആ സായിപ്പ് ഡോക്ടർ പറഞ്ഞോളൂ. കൊണ്ടുപോയി കാണിക്കാം. സംശയം തീർക്കുന്നത് നല്ലതല്ലേ? അതെ അപ്പച്ചമ്മേ, അതോടെ അതങ്ങ് തീരുമല്ലോ. കുഞ്ഞുമണിക്കൊന്നും ഉണ്ടാവില്ല അപ്പച്ചമ്മേ. ഉണ്ടാവില്ലെന്നറിയാം, എന്നാലും പെട്ടെന്നിങ്ങനെ കേട്ടപ്പോ ഉള്ളിലൊരു കൊളുത്തുവലി. മോൾ ഈ കാര്യം വന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് ഇതേ കാര്യം പറയുമായിരുന്നു ഞങ്ങള്. കുട്ടിമണിയുടെ അസുഖം കുഞ്ഞുമണിക്ക് തന്ന് പരീക്ഷിക്കില്ല ദൈവം. ഞാൻ കുഞ്ഞുമണിയും കൊണ്ട് അങ്ങോട്ട് പോയിട്ട് വരാം. ഞാനും വരാം മോളെ. അയ്യോ വേണ്ട അപ്പച്ചമ്മേ, ഞാൻ പോയിട്ട് വേഗം വന്നോളാം. കുട്ടാപ്പോ ഇല്ലേ ഇവിടെ? ശരി മോളെ. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, എന്റെ കുഞ്ഞിന് ഒരു ദോഷവും ഉണ്ടാവരുത്. അച്ഛ വന്നു. അച്ഛ, ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ദേ ഈ പടിവാതിൽ കാത്തിരിക്കായിരുന്നു. അച്ഛൻ്റെ വന്നില്ലേ? ഇപ്പൊ നമുക്ക് സന്തോഷായില്ലേ? ഒത്തിരി സന്തോഷമായി. എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നു മോളെ. ആ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല സാർ. നിർബന്ധവും പിടിവാശിയൊക്കെ മാറ്റി മേഡം ഇപ്പൊ നല്ലൊരു കുട്ടിയായിരിക്കുമല്ലേ? അല്ലേ മേഡം? ആട്ടെ, മോക്ക് മേരി ഇഷ്ടായോ? മേരി എനിക്ക് ഒത്തിരി ഇഷ്ടായി. അച്ഛ, അതെ, ഇനി നമുക്ക് മേരി എങ്ങോട്ടും വിടണ്ട. ഇവിടെ മേരി മാത്രം മതി. മേരി അടുത്തിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കില്ല അച്ഛ. ഇത്ര പെട്ടെന്ന് മോളെ വശത്താക്കാൻ മേരിക്ക് കഴിഞ്ഞോ? നന്നായി. അതെ, ഇനി എന്നും മേരി മോളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. മതിയോ? മതി മതി, നല്ല അച്ഛൻ. അല്ല, ജലജ എങ്ങനെ ഒതുങ്ങിക്കൂടിയോ? ഇല്ല, മാണിക്യമംഗലത്തെ ജലജകുമാരിയെ ഒതുക്കാൻ ഈ കരാട്ടക്കാരി പോരാന്ന് വരും. ആഹാ, ചെവി വട്ടം പിടിച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? എന്റെ മോൾക്ക് വേണ്ടി നിങ്ങൾ ഇനി എത്ര പേരെ വാടകയ്ക്കെടുത്താലും ഞാൻ മോൾക്കൊപ്പം തന്നെ ഉണ്ടാവും. മഹാദേവൻ തമ്പിക്ക് മറ്റൊരാളെ കൊണ്ട് നികത്താൻ കഴിയില്ല ഈ ബന്ധം. എന്റെ പൊന്നു ജലജ, ഒരു അപേക്ഷ എനിക്ക് നിന്നോടുണ്ട്. നീ എന്റെ മകളുടെ നിഴൽ വെട്ടത്ത് പോലും വരരുത്. നിന്റെ സാമീപ്യം കൊണ്ട് എന്റെ മോൾക്ക് ഒരു ആശ്വാസമോ സമാധാനമോ ഒന്നും കിട്ടില്ല. മറിച്ച് ഇവളുടെ പേടി കൂടുകയുള്ളൂ. മകളെ എന്നിൽ നിന്ന് അകറ്റാനുള്ള നിങ്ങളുടെ ഈ തന്ത്രങ്ങളൊന്നും വില പോകില്ല. മകൾക്ക് നിന്നിൽ നിന്ന് ഒരു ആപത്തും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചില മുൻകരുതലുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതാണ് മുൻകരുതൽ? സമൂഹം എന്നെ പരിഹസിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പൊറോട്ട് നാടകം എത്ര നാൾ മുന്നോട്ട് പോകുന്ന എനിക്ക് കാണണം. ഓ, ഞാൻ വിളിച്ചു പറയാതെ തന്നെ എല്ലാരും അറിയുന്നുണ്ടല്ലോ നിന്റെ മഹത്വം. നോക്ക്, മേരി ഇവിടെ വന്നു കയറിയിട്ട് മാസങ്ങളോ ആഴ്ചകളോ ആയിട്ടില്ല. എന്റെ മോൾക്ക് മേരി എന്നൊരു ആശ്വാസമാണ്. തൊട്ടടുത്ത മുറിയിൽ നീ ഉണ്ടായിട്ടും എന്റെ മോൾക്ക് മേരിയിൽ നിന്നും സ്നേഹവും പരിലാളനയും സുരക്ഷിതത്വവും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരമ്മ എന്ന നിലയിൽ നിന്റെ സമ്പൂർണ്ണ പരാജയമാ ജലജ. ഒരമ്മയ്ക്ക് ഇതിലും വലിയ മാനക്കേട് സംഭവിക്കാനുണ്ടോ? തെറ്റേറ്റു പറഞ്ഞ് പശ്ചാത്തപിക്കാനുള്ള മനസ്സില്ലാത്തവളാ നീ. സ്വബോധത്തിലേക്ക് തിരിച്ചു വരുന്ന നിമിഷം മുതൽ എന്റെ മോൾക്ക് നീ ഒരു അപരിചിതയോ അന്യഗ്രഹ ജീവിയോ മാത്രമായി തീരും. മറിച്ചാ സംഭവിക്കുന്നതെങ്കിൽ ആ നിമിഷം നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഹൃദയാഘാതം നേരിൽ കണ്ട് ആസ്വദിക്കാൻ ഞാനുണ്ടാവും. ഇങ്ങനെ ഇവിടെ തന്തമാരിനി എത്ര ലാളിച്ചാലും ഓമനിച്ചാലും പെൺമക്കൾ അമ്മമാർക്കുള്ളതാ എന്നും. ശിശുവായിരുന്നപ്പോ ഇവിടെ നാവിൽ ആദ്യം അമ്മയെന്നുള്ള വിളിയാണ് വന്നതെങ്കിൽ ഇപ്പോഴുള്ള ഈ ഭ്രാന്ത് തലയിൽ നിറങ്ങി പോകുന്ന ആ നിമിഷം ഇവൾ അമ്മയെന്നായിരിക്കും ആദ്യം വിളിക്കുക. എന്നെയായിരിക്കും ആദ്യം കാണാൻ ആഗ്രഹിക്കുക. എന്താ മഹാദേവൻ തമ്പിക്ക് സംശയമുണ്ടോ? ഇല്ല, നീ പറഞ്ഞതിലൊന്നും ഞാൻ ഒരു സംശയവും കാണുന്നില്ല. അന്ന് നീ എന്റെ മകൾക്കരികിൽ തന്നെ ഉണ്ടാവണം. അതുകൊണ്ടാണല്ലോ നിന്നെ നിന്റെ വഴിക്ക് വിടാതെ ഞാൻ ഇവിടെ ബന്ധിച്ചിരിക്കുന്നത്. സ്വബോധത്തോടെ, തിരിച്ചറിവോടെ, ഉറച്ച തീരുമാനത്തോടെ എന്റെ മോള്
അല്ല, നിന്റെ മോള് തന്നെ നിന്നെ ഈ വീട്ടുപടിക്കൽ നിന്നും അടിച്ചിറക്കുന്നത് എനിക്ക് കാണണം.